ഹായ് ഹലോ. ഇന്ന് നമുക്കൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയാലോ? നല്ല അടിപൊളി പപ്പായ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളിവിടെ പപ്പായ എന്നൊന്നും പറയാറില്ല, നമ്മളിവിടെ കർമൂസ എന്നാണ് പറയുക. നിങ്ങളല്ലേ, പിന്നെ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പപ്പായ എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പപ്പായ അച്ചാറുണ്ടാക്കാം. അതിന് വേണ്ടി നമ്മൾ ആദ്യം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഈത്തപ്പഴം, കുറച്ച് ഈത്തപ്പഴം നമ്മൾ വിനാഗിരിയിൽ പൊതിർത്തിട്ട് കുരു കളഞ്ഞ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പായ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രം, ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം, ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരല്പം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളിയോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരാനുണ്ട് കേട്ടോ. അടിപൊളി സ്മെല്ലാണ്. ഇത് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇത് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇഞ്ചിയും നന്നായിട്ട് മൂത്ത് ഒരു പാകമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നമ്മുടെ പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് അത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഷ്ണങ്ങളാക്കി ചെറുതായി മുറിച്ച് വെച്ച നമ്മുടെ കർമൂസ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കർമൂസയിലേക്ക് ചേർന്ന് വരണം. അതുകൊണ്ട് തന്നെ നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഉപ്പ് നമ്മൾ കുറച്ച് മേലെ നിൽക്കുന്ന രീതിയിൽ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. അച്ചാറിന് സ്വാദ് കൂടുകയുള്ളൂ. ഇനി നമ്മൾ അച്ചാർ പൊടി, നമുക്ക് ഇതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏത് അച്ചാർ പൊടി ആയാലും കുഴപ്പമില്ല, നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് ഒരു പാക്കറ്റ് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പാക്കറ്റ് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ പൊടികളും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഈ അച്ചാർ പൊടി മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഈത്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വിനാഗിരി ചേർത്തിട്ടാണ് നമ്മൾ ഈത്തപ്പഴം മിക്സിയിൽ അരച്ച് വെച്ചത്, കുരു കളഞ്ഞിട്ടാണ് അരച്ച് വെച്ചത്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കിക്കെടുത്തതിന് ശേഷം നമ്മളിത് ഒന്ന് വാടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഒന്നത് വാടി കിട്ടിയാൽ മതി. അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നത് ഇളക്കി ഒന്ന് കർമൂസ ഒന്ന് വാടുന്നത് വരെ നമുക്കിതൊന്ന് അടുപ്പത്ത് നിന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇത്തിരിയും വെള്ളമൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കരുതേ. നമ്മൾ അതിലുള്ള എണ്ണയിലും പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റ് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ. ഇതിനി തണിയാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. തണിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ
എല്ലാവരും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.